റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പൊ തന്നെ പൊളിക്കട്ടെ. പ്രേക്ഷകരെങ്കിലും കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. 4,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ഒരു 15,000 വോട്ട് വന്നാൽ അത് വരും 15,000 അല്ല ഷിബിനെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ ഭൂരിപക്ഷം പോകും. പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്. അത് യൂത്ത് കോൺഗ്രസ് ആയിരിക്കും, പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കും. പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJP ഒക്കെ വന്ന് അവിടെ 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ തട്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകൾ. അവസാനം വന്നാൽ പോലും അത് വിജയമാണ്. ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനാണ്. ഞാൻ പറഞ്ഞത് ആവർത്തിച്ച് പറയും. സന്തോഷമായല്ലോ എല്ലാവർക്കും. ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ അഖിൽ മാരാരിനൊന്നും ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല ഡോക്ടർ അരുൺകുമാർ. കാരണം പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്ന സമയത്ത് എന്ത് അഖിൽ മാരാർ? നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? 2020 ചിഹ്നമാണ് ചക്ക. ചക്ക മുറിഞ്ഞു. അപ്പൊ ചക്ക വെട്ടി ഒരു കറി ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. എന്നാ വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.